ഉണ്ടോ? ഉണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. വലിയൊരു സദ്യ വരാൻ പോവാണല്ലേ? അതിന്റെ ചർച്ചകളാണോ നടന്നത്? അല്ലേ? സദ്യയല്ലേ? അതെ പ്രഭു. ഇന്നുകൊണ്ട് എന്താ സദ്യ? എന്താ പ്രത്യേകത? ഇന്ന് ആശ്രാമത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ അത് തന്നെ. എന്താണ് പ്രത്യേകത? ഘോഷയാത്ര. നാളെ പട്ടാഴിയില് കീർത്തനം. ക്ഷേത്ര ചോദിച്ചത് എന്താണ് പ്രത്യേകത? വിഷു വിഷു വിഷു. എന്താ വിഷു എന്ന് പറഞ്ഞാല്? വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ടുള്ള എന്തോ? വിളവെടുപ്പെല്ലാം കഴിഞ്ഞുള്ള കാർത്തികോത്സവം. സംക്രമം. മേഡം ഒന്ന് ഭഗവാനെ മേഡം. ആ. വർഷത്തിൽ ഉം. വർഷത്തിലൊരിക്കല് ഉം. എ- എല്ലാ എല്ലാ നാട്ടിലും സമർപ്പണമാണ് പ്രഭു. കർഷകരെ വൈഷ്ണവ മാസത്തിന്റെ തുടക്കം പ്രഭു. ഹരേ കൃഷ്ണ. എന്തോ? എന്തിന് തുടക്കം? വൈഷ്ണവ മാസത്തിന്റെ വൈഷ്ണവ മാസത്തിന് തുടക്കമാണ്. വർഷത്തിന്റെ കാർഷിക വിളവെടുപ്പിന്റെ കാലവർഷം ഈ വിഷുവിനെ കൊണ്ടാടുന്നു. അത് കണിക്കൊന്നയൊക്കെ കാർഷിക വരുന്ന ഒരു സമയമാണിത്. നേരെ സൂര്യൻ ഓരോരുത്തരായിട്ട് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറയാണ്. ആദ്യം പറഞ്ഞത് കാർഷിക വിളവെടുപ്പ് ഒന്ന്. പിന്നെ പറഞ്ഞത് രാധാറാണിയെ കണ്ണു തുറന്ന് രാധാറാണി കാണും, അങ്ങനെ കണ്ട് ചെയ്യുന്നതല്ലേ പ്രഭു? കണ്ണു തുറന്ന് കാണുന്ന അങ്ങനെ കണ്ടല്ലേ? ഹരേ കൃഷ്ണ പ്രഭുജി. പരശുരാമ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ടല്ലോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷു എന്ന് ചോദിക്കുമ്പം ഒരു 100 ഉത്തരമാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആണ്, ഇല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? അതെ അതാണ് നമ്മളുടെ വിശ്വാസികളുടെ പ്രശ്നവും. ഭഗവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ 100 പേരെ പറയും. ഓണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 100 ഉത്തരങ്ങൾ പറയും. വിഷു എന്ന് ചോദിച്ചു ഇപ്പോഴും ഒരു എന്താ മാതാജി പറഞ്ഞോളൂ. നേരത്തെ പല ഭഗവാനെ പറയും, ഇപ്പൊ ഒരു ഭഗവാനെ പറയുന്നുള്ളൂ, പരമദൈവോത്തമ പുരുഷൻ. ഇതൊക്കെ അല്ല ഞാൻ പറഞ്ഞത്, നേരത്തെ പല ദൈവം. അല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ നമ്മൾ ഒരാളുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ സത്സംഗത്തിലുള്ളവരുടെ അല്ല പറഞ്ഞത്, പൊതുവേ ഉള്ള ഒരു കോമൺ നമുക്ക് പറ്റുന്നത് കാര്യം. ശാസ്ത്ര അവബോധമില്ല, ഒരു ശിഷ്യബന്ധമില്ലാതെ നമ്മൾ വളർന്നു. ഇപ്പൊ പറഞ്ഞു വന്നത് അവസാനം ഇങ്ങനെ ലോപിച്ചു. ആരാ? പത്രക്കാരും മറ്റു വിഭാഗീയ ചിന്തകളുള്ളവരും ആണ് ഇത് കൃഷ്ണനെ അങ്ങ് എടുത്തു മാറ്റി കൊന്നപ്പൂവ് മാത്രം വെച്ചിട്ട് ചിത്രവും കാണിച്ച് പത്രങ്ങളിലൊക്കെ അങ്ങനെ വരുന്നത് വെച്ച് വിളവെടുപ്പ് മഹോത്സവം എന്ന് ചുരുക്കി. ആരാ ഈ സമയത്ത് വിളവെടുക്കാൻ പോകുന്നത്? വിളവെടുക്കാൻ തയ്യാറായതേ ഉള്ളൂ. മേടം ഒന്നിന് ആരെങ്കിലും കൊയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല, തയ്യാറായതേ ഉള്ളൂ. അപ്പം അത് വിളവെടുപ്പ് മഹോത്സവം ഒന്നും ആക്കിയെടുത്തു. ഭാഗികമായി ശരിയാണ്, ജസ്റ്റ് കോട്ട് ചെയ്യുക, ഭാഗികമായിട്ട് ശരിയാണ്. അന്നാരും കൊയ്യാനൊന്നും പോകുന്നില്ല. അപ്പം ഇതെല്ലാം നമ്മുടെ ധർമ്മത്തെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാം ആഘോഷിക്കണം എന്നാൽ അത് പറയാനും പാടില്ല. അസൂയാവഹമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഭാഗികമായിട്ട് ശരിയാണ്, അതുകൊണ്ടാണ് നമുക്ക് ഡിബേറ്റ് ചെയ്യാനും പറ്റാത്തത്. അതേസമയം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ പേര് ഓണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ പേര് തിരുവോണം. തിരുവോണം ഭഗവാന്റെ നാളാണ് എന്ന് പറയുന്നത് പോലെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു പൂജ.
വിഷ്ണു പൂജയാണ് ലോപിച്ച് വിഷു എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. മീനം രാശിയിൽ നിന്ന് സൂര്യൻ മേടം രാശിയിലേക്ക് മാറുന്നു. മേടസംക്രമം എന്ന് പറയും. സൂര്യരശ്മികൾക്ക് തീഷ്ണതയുണ്ടായിരിക്കും, ഈക്വൽ ആയിരിക്കും സമയം. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ അത് ശുഭമുഹൂർത്തമാണ്. ആ ശുഭമുഹൂർത്തത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിഷ്ണു പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ശുഭമുഹൂർത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമം വിഷ്ണുവിനെ പൂജിക്കണം. ഇത്ര തന്നെ. അപ്പം നമ്മൾ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ചന്ദ്രഗ്രഹണം വരുമ്പോൾ നമ്മൾ ഭഗവാനെ ആ ദിവസം ഇരുന്ന് ആ സമയത്തിരുന്ന് പ്രാർത്ഥിക്കും, നാമം ചൊല്ലും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ചൊല്ലും. അപ്പോൾ വിഷു എന്ന് പറഞ്ഞ ആ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യന്റെ ആ ചംക്രമണത്തിൽ ശുഭമുഹൂർത്തത്തിൽ നമ്മളെല്ലാം, ഇവിടെ ഒരു മാതാജി പറഞ്ഞ് സമർപ്പണം, ശരിയാണ്. എല്ലാം നമ്മൾ ഭഗവാനായി സമർപ്പിക്കുന്നു. ഒന്നും ഇതെൻ്റേതല്ല, അങ്ങയുടെ അനുകമ്പ കൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കൃഷ്ണ ഭഗവാനെ അത് അങ്ങേക്കായി സമർപ്പിക്കുന്നു. അങ്ങയുടെ മുന്നിലുള്ള സമർപ്പണത്തിലൂടെയാണ് ഈ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ വരുന്ന ഒരു വർഷത്തിൻ്റെ എല്ലാ മംഗളകരവും നിർണയിക്കുന്നത്. ലോകാനാംശ ശ്ലോകം ശ്രീമദ് മഹാഭാഗവത്തിൽ വരുന്നു. ഞാൻ ഓർമ്മിച്ചിട്ട് പറയാം. അപ്പം എല്ലാ മംഗളത്തിനുമായിട്ട് സാക്ഷാ ശ്രീകൃഷ്ണ ഭഗവാൻ യദുകുലത്തിൽ അവതരിച്ചു നിർത്തും. യദുകുലത്തിൽ അവതരിച്ചു, അതാണ് എൻ്റെ അർത്ഥം വരുന്നത്. ആർക്കെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ പറഞ്ഞേരെ. എപ്പോഴും പറയുന്നതാ, പക്ഷെ ചില സമയത്ത് അതങ്ങ് വിട്ടുപോകും. അതിന് ആ ഫ്ലോയിൽ വരണം, കിട്ടണം. നമ്മളവിടെ നിൽക്കട്ടെ. എന്തോ എന്തായാലും അപ്പം അതിനെ സ്പർശിച്ചുകൊണ്ട്, അതിനെ റെഫർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവത്ഗീതയിൽ ശ്ലോകമുണ്ട്, സമർപ്പണം. ഏതാ ശ്ലോകം വരുന്നത്? എടുത്താട്ടെ. ഏതാ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭു. എന്നാ പറഞ്ഞാട്ട്. സമർപ്പണം. ഈ സമർപ്പണത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്. പ്രഭു എത്രാമത്തെ അധ്യായത്തിലാ? 9-ാമത്തെ അധ്യായം. പറഞ്ഞാട്ടെ. പറയുമ്പോ ഇതെനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്യും. അല്ല, അല്ല. നീ എന്ത് ഭക്ഷിക്കുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് പ്രവർത്തി ചെയ്യുന്നുവോ, അതെനിക്കായി വേണ്ടി ചെയ്യണം. യത് കരോഷി യദസ്നാസി യജ്ജുഘോഷി യദാസ്യത്. പറഞ്ഞാട്ടെ. 9:27 ഭഗവത്ഗീതയിൽ 9-ാം അധ്യായം 27-ാമത്തെ ശ്ലോകം. 9:27. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് പശ്യാസി കൗന്ദേയേ തത്പുരുഷാസ്മദർപ്പണം. മീനിങ് എന്തോ നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. മംഗളായ ശ്ലോകം. മംഗളായ ലോകാംച ക്ഷേമായ ഭവാഞ്ച
ആസ്തി ദുഗ്രാംബോധവാദ്യു സഹഭൂമാൻ യദ്ബാഹുദണ്ഡഗുപ്തായം സുപൂര്യം യദവോ അർച്ചിതാഹ മംഗളായ ച ലോകാനാം. അങ്ങനെയാണ് ഭാഗവത്തിൽ തുടങ്ങുന്നത്. മംഗളായ ച ലോകാനാം ക്ഷേമായ ഭവാച ആസ്തി ദുകുലാംബോധവാദ്യു അനന്തസഹഭൂമാൻ യദ്ബാഹുദണ്ഡഗുപ്തായാം സുപൂര്യം യദവോ അർച്ചിതാഹ. നമ്മളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ഈ ഭൂമിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ യദുകുലത്തിൽ അവതരിച്ചു. മംഗളായ ച ലോകാനാം, മംഗളം ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഭഗവാൻ ഇല്ലെങ്കിൽ, ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അത് അമംഗളം ആണ് എന്നർത്ഥം. എല്ലാ കാര്യങ്ങളും അമംഗളമായിരിക്കും. കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ നമ്മുടെ പ്രത്യക്ഷത്തിൽ എല്ലാം നടന്നെന്ന് വിചാരാം, പക്ഷെ അത് മംഗളമായിരിക്കത്തില്ല, അമംഗളമായിരിക്കും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഭഗവാനെ സാക്ഷി നിർത്തി ഭഗവാന് സമർപ്പിതമായി ചെയ്യുന്ന ഏതൊരു കാര്യം മാത്രമേ മംഗളകരമായിട്ട് ഭവിക്കുകയുള്ളൂ എന്നർത്ഥം. ഇതെല്ലാം നമ്മുടെ വാക്കുകളാണ് മറ്റൊരു കടമെടുത്തിട്ട് പത്രത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും ഇട്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നേട്ടം വരുന്നത്. അറിയാത്ത നമ്മൾ ഇതൊന്നും ഇടത്തുമില്ല. നമ്മൾ പേരിടുന്ന നന്നു മിന്നു മുന്നു കുന്നു എന്നൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിൽ യാതൊരു മംഗളങ്ങളും ഉണ്ടാകത്തില്ല. ലോകമായ ഈ ലോകത്ത് മലയാളത്തിലെ പത്രങ്ങളെല്ലാം എടുത്തു നോക്കൂ. നമ്മുടെ വിശ്വാസവുമായി, സനാതനധർമ്മ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ പേരുകളും ഇട്ടിരിക്കുന്നത്. മനോരമ ദുർഗാദേവിയുടെ മറ്റൊരു പേരാണ്. അതിന് അകത്ത് വെച്ചിരിക്കുന്ന ആ ലോഗോ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ മഹാരാജാവ് കൊടുത്തിരിക്കുന്നതാണ്. ധർമ്മോസ് മത് കുലദൈവതം. ആ ഒരൊറ്റ ലോഗോ കൊണ്ടാണ് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തീർന്നത്. ഏറ്റവും വലിയ സർക്കുലേഷനുള്ള പത്രമായിട്ട് മാറി. എടുത്തു നോക്കും മാതൃഭൂമി. ഭാരതമാതാവിനെ വിളിക്കാൻ മടിക്കുന്നവർ പോലും മാതൃഭൂമി എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. നമസ്കരിച്ച് തുടങ്ങുകയാണ്. പിന്നെ വീണ്ടും പിൽക്കാലത്ത് പത്രം വന്നു മംഗളം. ഈ മംഗളവും നമ്മുടെ ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ട പേരാണ്. എന്തിനാ അധികം പറയുന്നത്? ബാലരമയിൽ ഒരു അസൂരിക സ്വഭാവമുള്ളൊരു ചിത്രകഥ വന്നു. ഏതാണ്? അതിനും ഒരു കഥാപാത്രമുണ്ട്. അതിനും ഭാഗവതത്തിലൊരു കഥാപാത്രമാണ്. ഏതാണ്? ലുട്ടാപ്പി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭു. സംശയമുണ്ടോ പറഞ്ഞത്? ഇല്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി, ഡയറക്റ്റ് ആയിട്ടാണോ ഇൻഡയറക്റ്റ് ആയിട്ടാണോ, എല്ലാ കാര്യങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി വന്നപ്പോൾ ഇതെല്ലാം പുരോഗമനം പ്രാപിച്ചു. ഇതാണ് അതിന്റെ സത്യം. എന്നവർ ഈ പേര് മാറ്റുന്നു, അത് നശിക്കുകയും ചെയ്യും. ആരൊക്കെയോ കൊടുത്തിട്ടുണ്ടാവാം. ഏതെങ്കിലും ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അപ്പം യത് കരോഷി യദസ്നാസി യജ്ജുഘോഷി യദാസി യത് തപസ്യസ്യ കൗന്ദേയ തത്കുരുഷമതർപ്പണം. അപ്പോൾ നേരത്തെ പറഞ്ഞ വിളവെടുപ്പുമായിട്ട് ഇങ്ങനെയാണ് ബന്ധം വരുന്നത്. അപ്പൊ നമുക്ക് ആ വേനൽക്കാലം എല്ലാം കഴിഞ്ഞു, ശരത്കാലം അല്ല വസന്തകാലം വന്നു. ഭൂമിയിൽ ഫലങ്ങള് പുഷ്പിച്ചു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? ഇതാണ് നിവേദ്യം എന്ന് പറയുന്നത്. ആർക്കാണ് അർപ്പിക്കേണ്ടത്? നമ്മുടെ ആ പ്രസ്ഥാനം ചെയ്യുന്ന എത്ര വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ്. നമ്മൾ ആരും നേരിട്ട് കഴിക്കുന്നില്ല. നമ്മള് ഉപഭോക്താവാണ്. ഭോക്താവ് ആരാ? എല്ലാത്തിൻ്റെയും ഭോക്താവ് ആരാ? ഭഗവാൻ. ആ ശ്ലോകം ഏതാ ഭഗവത്ഗീതയില്? ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം. പറഞ്ഞാട്ടെ. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം പൃച്ഛതി. ഹരേ കൃഷ്ണ. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം പൃച്ഛതി. എന്താ അർത്ഥം? ഭോക്താരം യജ്ഞതപസാം, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ്, ഫസ്റ്റ് ഭോക്താവ്, ഭുജിക്കുന്നയാള്, സ്വീകരിക്കുന്നയാള് ആരാ? ഭഗവാനാണ്. യജ്ഞേശ്വരൻ ഭഗവാനാണ്.
എന്തിനു വേണ്ടിയിട്ടാണ്? സർവലോക മഹേശ്വരം, ഈ ലോകത്തിന് മുഴുവൻ മംഗളം നേരാൻ. സർവലോക മഹേശ്വരം. സുഹൃതം, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. ഇന്ന ആളുടേതെന്നുള്ളതല്ല, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. ഇതറിയുന്നയാൾ എന്ത് ചെയ്യും? അവന് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഇതറിയുന്ന ഒരാള് അവർക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതറിഞ്ഞത് കൊണ്ടാണ് ഈ പുതുവർഷത്തിൽ വരുന്ന വിഭവങ്ങള്, കാർഷിക വിഭവങ്ങള് ആർക്കാദ്യം സമർപ്പിക്കണം? ഭഗവാന് സമർപ്പിക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് വിഷു എന്ന് പറയുന്നത്. വിഷു അഥവാ വിഷ്ണു പൂജ എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുമോ? ഒരേ ഒരു ഉത്തരമേ നമ്മുടെ മുന്നിലുണ്ടാകാം. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് അല്ല, കേൾക്കുന്ന ആർക്കും കൺഫ്യൂഷൻ വരത്തില്ല. അവരും ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. മത് പ്രസാദാത്, എന്റെ പ്രസാദം കൊണ്ട് മാത്രം നിനക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. എവിടാ പറയുന്ന ഭഗവത്ഗീതയില്? എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്. ശ്രീമദ് മഹാഭാഗവതം എത്ര ശ്ലോകമുണ്ട്? ഭാഗവതം 18,000 ശ്ലോകത്തില് പറഞ്ഞു നിർത്തിയത് എത്രയോ? 18,000 ശ്ലോകം. 17,999. അപ്പം അവസാനം എന്താ പറഞ്ഞു നിർത്തിയത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു നിർത്തി. എന്താ പറഞ്ഞു നിർത്തിയേ ശ്ലോകം? ഭാഗവതത്തിന്റെ അവസാന ശ്ലോകം നാമസങ്കീർത്തനം നാമസങ്കീർത്തനം യസ്യ പാപപ്രണാശനം സർവ പാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം നമാമി ഹരിംഭരം. നാമസങ്കീർത്തനം കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. ഇത് പ്രൂവ് ചെയ്ത സംഗതിയാണ്, തെളിയിച്ച സംഗതിയാണ്. നാമം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ അതുവരെ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് ഒരു മുന്നറിയിപ്പും കൊടുത്തു. എല്ലാം പറഞ്ഞതിന് ശേഷം ഏതാ ശ്ലോകം വരുന്നത്? മത് പ്രസാദാ, എന്റെ പ്രസാദം കൊണ്ട് ഒന്ന് മാത്രം നിനക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. ഏതാ? നാമജപം കൊണ്ട് മാത്രം. 18-58 എടുത്താട്ട്. 2 രീതിയിലാണ് അത് പറഞ്ഞേക്കുന്നത്. വാണിംഗും ഉണ്ട്, അനുഗ്രഹവും ഉണ്ട്. എടുത്താട്ട്. സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി ചേത്വാമഹങ്കാരാൻ നാസ്യാസി വിനാംക്ഷസി. എന്നെ കുറിച്ച് ബോധിച്ചിരുന്നാൽ നിനക്ക് പ്രസാദം തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ ബോധവാനായിരുന്നാൽ എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ വായിച്ചേ. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ
മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. നാശമാണ് ഫലം. അപ്പം എന്നെക്കുറിച്ച് ബോധവാനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലതേ വരത്തുള്ളൂ. അതല്ല എനിക്ക് എന്നെ ഓർമ്മിക്കാതെ, എന്നെ സ്മരിക്കാതെ തന്നിഷ്ടത്തിന് തോന്നിവാസത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാശമായിരിക്കും ജീവിതത്തിൽ ഫലം എന്നും വളരെ കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാമാണ് ഈ വിഷുദിനത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്. മന്മനാഭവ മത്ഭക്തോ മദ്യാജീമാ നമസ്കുരു മാമേ പ്രതിജാനെ പ്രിയോസിമി. ഹരേ കൃഷ്ണ. പ്രിയോസിമി. എന്താ പറഞ്ഞിരിക്കുന്നത്? മന്മനാഭവ മത്ഭക്തോ. എന്താ അർത്ഥം വരുന്നത്? എന്നെക്കുറിച്ചുള്ള വിചാരത്തിൽ, എന്നെക്കുറിച്ച് വീണ്ടും ഭഗവത്ഗീത ശ്ലോകം വരുവാണ്, സതതം കീർത്തയന്തോം. എപ്പോഴും എന്നെക്കുറിച്ച് എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക, എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സതതം, എപ്പോഴും. എങ്ങനെ? ബോധയന്ത പരസ്പരം. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഒരു മുറിക്കകത്തിരുന്ന് ജപിക്കാനല്ല പറഞ്ഞത്. ബോധയന്ത പരസ്പരം. ഇതുപോലെ കൂട്ടായിട്ടിരുന്ന് ഭഗവാനുമായിട്ട് ഭഗവാന്റെ ഗുണങ്ങള്, ലീലകള് സംസാരിക്കണം, പ്രാർത്ഥിക്കണം, നാമം ചൊല്ലണം. ബോധയന്ത പരസ്പരം. പിന്നെന്താ പറയുന്നത്? കഥയന്തച്ച. ഇതുപോലെ ഭഗവാനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം. കഥയന്തച്ച മാം നിത്യം. എന്നെ കുറിച്ച് എപ്പോഴും. പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നാമം ചൊല്ലാറുണ്ട്, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ഇത് ഇത്തിരി കൂടിപ്പോയി. ആവശ്യത്തിന് വേണം കേട്ടോ. എത്ര പേര് കേട്ടിട്ടുണ്ട്? നിറയെ പറയണ്ട പ്രഭു. അത് ആവശ്യത്തിന് കൊള്ളാം. ആവശ്യത്തിന്. ഈ എന്താ ആവശ്യം എന്ന് മനസ്സിലായില്ല. ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞത് വഴിപാട് ഇടപാടാണ്, ബിസിനസ് ഡീലിംഗ് ആണ്. ആവശ്യത്തിന് വേണം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. ബാക്കിയുള്ള ദിവസം ഭഗവാൻ വീടിന് പുറത്ത്. നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത്. ഞങ്ങളുടെ അടുത്തൊരു മാതാജി ഉണ്ടായിരുന്നു, ഇവിടെ ഉള്ളതാണ്. പക്ഷെ ഒരെണ്ണം രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം വരുമ്പം, സങ്കടം വരുമ്പം സത്സംഗത്തിൽ കാണും. ഇപ്പം ഈ മാതാജി സത്സംഗത്തിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് ജീവിതത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. സജീവമായിട്ടായിരിക്കും സത്സംഗത്തിൽ വരുന്നത്. പിന്നെ ഭഗവാന് വസ്ത്രം ഉണ്ടാക്കുന്നു, ഡയറ്റിക്ക് ചോദിക്കാതെ പുഷ്പങ്ങൾ കൊണ്ടുവരുന്നു, മാല കൊണ്ടുവരുന്നു, മാല കോർക്കുന്നു, പിന്നെ കിച്ചൺ സേവ ചെയ്യുന്നു. എല്ലാത്തിനും വളരെ ആക്റ്റീവായിരിക്കും. നല്ല മനോഹരമായിട്ട് ഭഗവാന്റെ വസ്ത്രങ്ങൾ തുന്നും. അതുകൊണ്ട് തന്നെ ആ മാതാജി രക്ഷപ്പെടുകയും ചെയ്യും. സത്യം പറയുക. പിന്നെ വളരെ പിന്നെ കരച്ചിലൊക്കെ മാറി, സങ്കടമൊക്കെ മാറി, വളരെ സന്തോഷമായിട്ട് പിന്നെ 2-3 ആഴ്ച കൂടെ കാണും കേട്ടോ. പിന്നെ കാണത്തില്ല. പിന്നെ മാസങ്ങളോളം കാണത്തില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും വരുന്നത്. എങ്ങനെയാണെങ്കിലും ഭഗവാനുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പം ജീവിതത്തിൽ മംഗളമേ ഉണ്ടാകത്തുള്ളൂ. അതവർ അനുഭവപ്പെട്ടു കഴിഞ്ഞു. എന്താണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അവർ പിന്നീട് അവർ നല്ല ഒരു സേവികയായിട്ട് മാറി. തിരുവനന്തപുരം കൃഷ്ണബലരാം ക്ഷേത്രത്തിൽ നാട്ടിൽ സെറ്റിലായിട്ട് എന്ത് വിശേഷമുണ്ടെങ്കിലും ആ മാതാജി അവിടെ വന്ന് സേവനവും ചെയ്യുന്നുണ്ട്. പേര് പറയുന്നില്ല കേട്ടോ. പക്ഷെ ജീവിതത്തിൽ മംഗളമായിട്ടുള്ളതാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഭഗവാനോടുള്ള ആ ഒരു ചെറിയ ചെറിയ റിലേഷൻഷിപ്പ് നമ്മൾ സൂക്ഷിച്ചാൽ പോലും നമ്മൾ ജീവിതത്തിൽ നമുക്ക് മംഗളമേ കിട്ടും. പ്രസാദേ സർവ്വദുഃഖാനാം. ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായം എടുത്താട്ടെ, 2:65. 2:65 എടുത്താട്ടെ. വായിക്കട്ടെ പ്രഭു. വായിച്ചിട്ട്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക്
ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. ആ സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സ്ഥിരപ്രജ്ഞനാകാൻ, സ്ഥിരപ്രതിഷ്ഠയാകാൻ, നമുക്ക് നല്ല രീതിയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ ഈ വർഷത്തിൻ്റെ ആദ്യ ദിവസം, അതായത് നല്ല ഒരു കാലത്തിൻ്റെ ആദ്യ ദിവസം, മീനം രാശിയിൽ നിന്ന് സൂര്യൻ മേടൻ രാശിയിലോട്ട് പോകുന്ന ആ ശുഭമുഹൂർത്തത്തിൽ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭഗവാനുമായിട്ട് സംബന്ധിക്കുന്നു. ഈ ഒരു സംബന്ധമാണ് ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന എല്ലാ ഗുണങ്ങൾക്കും മംഗളങ്ങൾക്കും അടിസ്ഥാനം. അതുകൊണ്ട് യത് കരോഷ്യതസ്നാസി യജ്ജുഘോഷ്യദാസ്യത് യത് തപസ്യസ്യ കൗന്ദയ തത് കുരുഷമതർപ്പണം. ഈ ശ്ലോകത്തെ പൂരിതമാക്കും വിധം നമ്മൾ എല്ലാം ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു. ഭഗവാനെ കണി കണ്ടുണരണം. അങ്ങനെ ആ ഒരു വർഷം ജീവിതത്തിൽ മംഗളകരമായി മാറുന്നു. മംഗളായ ച ലോകാനാം ക്ഷേമായ ഭവായ ച ആസ്തി ദുരാംബോധവാദ്യോ അനന്തസഖപുമാൻ യത് ബാഹുദണ്ഡഗുപ്തായാം സപൂര്യം യഥവോ അർച്ചിതാഹ ക്രീഡന്തി. പരമാനന്ദം, നമ്മുടെയൊക്കെയുള്ള ആ പരമാനന്ദം, ആനന്ദത്തിന് വേണ്ടിയിട്ട്, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ യദുകുലത്തിൽ അവതരിച്ചു. അപ്പം ഈ വിഷു എന്ന് പറയുന്നതും ഭഗവാന്റെ അവതാരവുമായിട്ടും ഭഗവാന് മുന്നിൽ സമർപ്പിതവുമായിട്ടുള്ള ബന്ധപ്പെട്ട ദിവസമാണ്. ഇതില് അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റി, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നതും ബന്ധപ്പെടാതെ ഇതെല്ലാം എൻ്റെ സ്വത്താണ്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഈ ദൈവം എന്ന് പറയുന്നതും ഞാൻ തന്നെയാണ് എന്ന മിഥ്യാചാരത്തിൽ, ദുരഭിമാനത്തിൽ മുന്നോട്ട് പോകുന്നവരെ കുറിച്ചുകൂടി ശ്രീമദ് മഹാഭാഗവതത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്. 7-ാം സ്കന്ധം ആണെന്നത്. 7-ാം സ്കന്ധം ആരുടെയെങ്കിലും ഉണ്ടാവുമോ? 7-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകം. 7:14-8 ശ്രീമദ് മഹാഭാഗവതം 7-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകം. അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട് പ്രഭു. കേൾക്കുന്നുണ്ട്, ഉണ്ടെന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഇതുവരെ പറഞ്ഞതെല്ലാം ആരും കേട്ടിട്ടില്ല, സ്റ്റക്കായിട്ടിരിക്കുമെന്ന് വിചാരിക്കും. നെറ്റല്ലേ, അറിയാൻ പറ്റത്തില്ലല്ലോ. ശ്ലോകം വായിക്കട്ടെ പ്രഭു. ഇന്ത്യയിലെ വായിച്ചാട്ടെ. ശ്ലോകം മാത്രമേ ഉള്ളൂ. യാവത് പ്രിയേത ജഡരം, അതല്ലേ പ്രഭു? അത് തന്നെയാണ്. ശ്ലോകം മാത്രം വായിച്ചാലും ഒക്കെ വായിക്കും. യാവത് പ്രിയേത ജഡരം താവസ്വത്വം ഹിതം യോ ഹി മന്യേത സസ്തേനോ ദണ്ഡമർഹതി. വിവർത്തനം വായിക്കാം. കീജയ്. ഒരുവന് ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഒരുമിച്ചുള്ള സംരക്ഷണ ധനത്തിന്റെ ഉടമസ്ഥത അവകാശപ്പെടാം. പക്ഷെ അതിൽ അധികവും സ്വത്തിന്റെ ഉടമസ്ഥത ആഗ്രഹിച്ചാൽ ഒരു മോഷ്ടാവായി പരിഗണിക്കപ്പെടുകയും പ്രകൃതി നിയമങ്ങളാലുള്ള ശിക്ഷയ്ക്ക് അർഹനാവുകയും ചെയ്യും. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം ശ്രീല പ്രഭുപാദയുടെ ഒന്ന് വായിക്കാൻ പറ്റുമോ? വായിക്കാം പ്രഭു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കീ ജയ്. ഈശ്വരന്റെ അനുഗ്രഹത്താൽ ചിലപ്പോൾ നമുക്ക് വളരെയധികം ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ സംഭാവന ലഭിക്കുന്നു. അതുമല്ലെങ്കിൽ വ്യാപാരത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി വൻ ലാഭം ലഭിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ളതിലേറെ ധനം നമ്മുടെ കൈവശം വന്നു ചേരുന്നു. അതെങ്ങനെ ചെലവഴിക്കണം? സമ്പാദ്യം വർദ്ധിക്കുന്നതിന് വേണ്ടി മാത്രം ബാങ്കിൽ പണം നിക്ഷേപിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. അത്തരം മനോഭാവത്തെ ഭഗവത്ഗീത 16:13
ആസുരീയം എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതം അദ്യമയാ ലബ്ധം ഇമം പ്രാപ്തസ്യ മനോരഥം ഇതം അസ്ഥിതം അഭിമേ ഭവിഷ്യതി പുനർധനം. അസുരീയമായ വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കുന്നു: ഇത്രയേറെ ധനം ഇന്ന് എനിക്കുണ്ട്, എന്റെ പദ്ധതികൾ അനുസരിച്ച് ഞാൻ കൂടുതൽ നേടും, ഇത്രയും ഇപ്പോൾ എന്റേതാണ്, ഭാവിയിൽ അത് അധികം വർദ്ധിക്കും. ഈ ബാങ്കിൽ എത്ര പണം നിക്ഷേപമുണ്ടെങ്കിലും നാളെ അത് എത്ര വർദ്ധിക്കുമെന്നാണ് അസുരന്റെ എപ്പോഴത്തെ ചിന്ത. പക്ഷേ അതിന് കവിഞ്ഞ ധനസമ്പാദന ശാസ്ത്രമോ ആധുനിക യുഗത്തിന്റെ ഭരണകൂടമോ അനുവദിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഒരുവന് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടതിലധികം ധനമുണ്ടെങ്കിൽ അത് കൃഷ്ണന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. വൈദിക സംസ്കാരം അനുസരിച്ച് അത് മുഴുവൻ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന് നൽകേണ്ടതാണ്. ഭഗവാൻ സ്വയം ഭഗവത്ഗീത 9:27 ആജ്ഞാപിച്ചിട്ടുള്ളത് പോലെ യത് കരോഷി യത് അസ്നാമി യത് ജുഹോഷി ദദാസി യത് തപസ്യതി കൗന്ദേയ തത് കുരുഷ്യ മത്. കുന്തിപുത്ര, നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്തൊക്കെ തപസ്സുകൾ അനുഷ്ഠിക്കുന്നുവോ അവയെല്ലാം എനിക്കുള്ള സമർപ്പണമായി ചെയ്യുക. ഗൃഹസ്ഥൻ അധികമുള്ള ധനം കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമേ ചെലവഴിക്കാവൂ. ഗൃഹസ്ഥൻ പരമപുരുഷനായ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനും ലോകമെമ്പാടും ശ്രീമദ് ഭഗവത്ഗീത അഥവാ കൃഷ്ണാവബോധം പ്രഭാഷണം ചെയ്യുന്നതിനും സംഭാവനകൾ നൽകണം. ശൃണ്വ ഭഗവതോ അഭീഷ്ണം അവതാര കഥാമൃതം ശാസ്ത്രങ്ങൾ, വൈദിക സാഹിത്യങ്ങളും പുരാണങ്ങളും ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ അനവധി വർണ്ണനകളുണ്ട്. എല്ലാവരും അവ വീണ്ടും വീണ്ടും ശ്രവിക്കണം. ഉദാഹരണത്തിന് ഭഗവത്ഗീത മുഴുവനും 18-ാം അധ്യായവും എല്ലാ ദിവസവും പാരായണം ചെയ്താലും ഓരോ വായനയിലും നമുക്ക് ഓരോ പുതിയ വിശകലനം കണ്ടെത്താൻ കഴിയും. അതീന്ദ്രിയ സാഹിത്യത്തിന്റെ സ്വഭാവം അതാണ്. കൃഷ്ണാവബോധ പ്രസ്ഥാനം അതിനാൽ ഒരു വ്യക്തിക്ക് അയാളുടെ അധിക സമ്പാദ്യം കൃഷ്ണാവബോധത്തിന്റെ വികാസത്തിലൂടെ മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ അവസരം നൽകുന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ചും കള്ളന്മാരെന്ന് വിളിക്കപ്പെടാനും ശിക്ഷിക്കപ്പെടാനും ആഗ്രഹിക്കാതിരുന്ന സമ്പന്നരായ വ്യക്തികളാൽ നിർമ്മിക്കപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രാധാന്യമുള്ള ശ്ലോകമാണിത്. ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ള പോലെ ആവശ്യത്തിലേറെ ധനം സമ്പാദിക്കുന്നവൻ മോഷ്ടാവാണ്. അവൻ പ്രകൃതിയുടെ നിയമങ്ങളാൽ ശിക്ഷിക്കപ്പെടും. ആവശ്യത്തിലേറെ ധനം സമ്പാദിക്കുന്ന ഒരുവൻ കൂടുതൽ ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവനായി തീരും. ഭൗതികവാദികൾ ഭൗതിക ആസ്വാദനത്തിനുള്ള ധാരാളം കൃത്രിമ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നു. പണമുള്ളവൻ അത്തരം കൃത്രിമ ആവശ്യങ്ങളാൽ വശീകരിക്കപ്പെട്ട് അവ കൂടുതൽ സ്വായത്തമാക്കാൻ കൂടുതൽ പണം സമ്പാദിക്കുന്നതിൽ മുഴുകുന്നു. ആധുനിക സാമ്പത്തിക വികസനത്തിന്റെ ആശയമാണിത്. എല്ലാവരും പണം സമ്പാദിക്കുന്നതിൽ മുഴുകുകയും സമ്പാദിക്കുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കുകയും ബാങ്ക് ആ പണം പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ഈ ചാക്രിക പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരും അധികം ധനം സമ്പാദിക്കുന്നത് മുഴുകുന്നതിനാൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടമാകുന്നു. ഇതുമൂലം എല്ലാവരും മോഷ്ടാക്കളും ശിക്ഷാർഹരുമാണെന്ന് പറയാവുന്നതാണ്. പ്രകൃതി നിയമങ്ങളുടെ ശിക്ഷ ജനന മരണ ചക്രത്തിലൂടെ നടപ്പാക്കപ്പെടുന്നു. ഭൗതിക അഭിലാഷങ്ങളുടെ പൂർണ്ണമായ പൂർത്തീകരണത്തോടെ ആരും മരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് അസാധ്യമാണ്. അതിനാൽ ആഗ്രഹപൂർത്തി വരുത്തുവാൻ കഴിയാത്ത ഒരുവൻ മരണസമയത്ത് ദുഃഖിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് പ്രകൃതിയുടെ നിയമങ്ങളാൽ മറ്റൊരു ശരീരം നൽകപ്പെടുന്നു. അപ്രകാരം വീണ്ടും ഒരു ഭൗതിക ശരീരം സ്വീകരിക്കുന്നവൻ ജീവിതത്തിന്റെ ത്രിവിധ ദുരിതങ്ങൾ സന്നദ്ധതയോടെ സ്വയം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ പുനരഭിമരണം, പുനരഭിജനനം. ആ ആ ആ പുനരഭിജനനീ ജഠരേ ശയനം. പുനരഭിമരണം പുനരഭിജനനം പുനരഭിമുനനേ ശയനം. ഇഹ സംസാരേ കൃപയാ പാരേ പാഹി മുരാരേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. മൂഢന്മാരെ, നിങ്ങൾ ഗോവിന്ദനെ ഭജിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും?
പുനരവിജനനം, പുനരവിമരണം, പുനരവിജനനി, ജഠരേ ശയനം, ഇക സംസാരേ ബഹുദുഷ്ടാരേ. ഇങ്ങനെ ജനിച്ചും മരിച്ചും ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ മംഗളം ഭവിക്കാൻ വേണ്ടിയിട്ട് യദുകുലത്തിൽ നമ്മുടെ മുന്നിൽ അവതരിച്ച ആ ഭഗവാനെ വിളിക്കൂ, എല്ലാം ഭഗവാന് സമർപ്പിതമാക്കൂ. ഈ ഒരൊറ്റ സന്ദേശമാണ് ഈ വിഷുക്കാലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഭഗവാൻ തരുന്ന സന്ദേശം. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവത്ഗീതയിൽ തുടങ്ങുമ്പം നോക്കൂ, അവസാന ഭാവാർത്ഥത്തിൽ പറയുന്ന നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഭഗവത്ഗീത ഭാഗവതം വായിക്കുമ്പോഴും അത് വീണ്ടും വീണ്ടും പുതുമയുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇല്ലേ? തോന്നാറില്ലേ? ബോറടിച്ചിട്ടുണ്ടോ? ഇല്ല. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ആ വാക്കുകൾ ഭഗവാൻ നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഓരോ അർത്ഥം നമുക്ക് പറഞ്ഞു തരും. ഭഗവത്ഗീതയെ തുടങ്ങുന്നത് അർജുനൻ പറയുന്നു, ഇതെല്ലാം മഹാപാപമാണ്. അതായത് ഒരു സാത്വികന്റെ നിർവചനമാണ് അർജുനൻ. ഒരു സാത്വിക സ്വഭാവത്തിന്റെ, അതായത് സാത്വികന്റെ നിർവചനമാണ് അർജുനൻ എന്നുള്ള പേര്. അപ്പൊ ഇതൊക്കെ യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയുന്ന മഹാപാപമാണല്ലോ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരോ പാപകർമ്മങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ജന്മം വരുന്നത്. രണ്ടും, നമ്മൾ എന്ത് പുണ്യകർമ്മം ചെയ്തെന്നും നമുക്കറിയത്തില്ല, എന്ത് പാപകർമ്മം ചെയ്തിട്ടുണ്ടെന്നും നമുക്കറിയത്തില്ല. രണ്ടായാലും ചെയ്തിട്ടുണ്ട്. ഇല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? അപ്പം അത്തരം പാപങ്ങളിൽ നിന്നുള്ള മുക്തി നേടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കത്തുള്ളൂ. അതിലെ ചെറിയ ചെറിയ സംഭാവനകളാണ് ഈ വിഷുപൂജ, വിഷ്ണു പൂജ, അല്ലെങ്കിൽ വിഷു എന്നൊക്കെ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അഹോപാപം, ആ മഹാപാപത്തിൽ നിന്ന് മഹത് പാദത്തിലേക്കുള്ള സഞ്ചാരമാണ് നമ്മളുടെ ഈ അസോസിയേഷൻ, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം, ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. എന്താണ് മഹത് പാദത്തിലേക്കുള്ള പ്രയാണം എന്ന് പറഞ്ഞത്? എന്താണ് മഹത് പാദം? എന്താണ് മഹത് പാദം? അതുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു പേരാണ് മഹത് പാദ. കൃഷ്ണന്റെ മറ്റൊരു പേരാണ്. ഐശ്വര്യത്തിന്റെ 19 ചിഹ്നങ്ങളുള്ള ഭഗവാന്റെ പാദം. ആ പാദം നമ്മുടെ ഹൃദയത്തിൽ കരസ്ഥമായി കഴിഞ്ഞാൽ, ഭഗവാൻ ആ പാദത്തിനെ നമ്മുടെ ഹൃദയത്തിൽ വെക്കാൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ, പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടതേയില്ല. അടിക്കടി ഏറ്റമായിരിക്കും ജീവിതത്തിൽ. സുധാമയ്ക്ക് സംഭവിച്ചില്ലേ? ധ്രുവന് സംഭവിച്ചില്ലേ? ശരിയോ തെറ്റോ? ആണോ അല്ലേ? പറയുന്നതൊക്കെ നേരായിട്ട് തോന്നുന്നുണ്ടോ? അത്രേ അറിഞ്ഞാ ഇതെല്ലാം സത്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ധ്യാന ശ്ലോകം ആദ്യമേ പറഞ്ഞു നിർത്തുന്നത് ആദ്യത്തെ ശ്ലോകം തന്നെ, ജന്മാദ്യസ്യ യദോ അന്യാത് ഇതരതച്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയ ആദികവയെ മുഖേന്ദിയ സൂരയക തേജോവാരി മൃതാം യഥാ വിനിമയോ സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. സത്യം തന്നെയാണ്. ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്തു ഭാഗവതത്തിൽ തുടങ്ങിയപ്പോൾ, സത്യം പരം ധീമഹി. ഇതിനെ ബ്രഹ്മഗായത്രി അഥവാ വിഷ്ണു ഗായത്രി എന്ന് പറയും ഈ ശ്ലോകത്തിന്. സത്യം പരം ധീമഹി. സത്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ നേരിട്ടങ്ങോട്ട് എടുക്കുക, അത് മനസ്സിലാക്കുക, ഭഗവാന്റെ മുന്നിൽ സമർപ്പിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. അങ്ങനെ നല്ല ഒരു വിഷുക്കാലം വരട്ടെ. നമുക്കെല്ലാവർക്കും ഭഗവാനെ സേവനം ചെയ്യാനും, നമുക്കുണ്ടാകുന്ന എല്ലാ വിഭവങ്ങളും
ഭഗവാന് സമർപ്പിച്ച് നിവേദിച്ച് ആ പ്രസാദം കഴിച്ച് മുന്നോട്ട് പോകാനും അതുവഴി ജീവിതത്തിൽ എല്ലാ മംഗളങ്ങളും ഉണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.